ഈ ഇൻകോഗ്നിറ്റോ മോഡ് പണ്ട് നമ്മൾ കളിച്ചിരുന്ന ഒളിച്ചുകളി പോലെയാണ്. നമ്മൾ കണ്ണും പൊത്തി നിന്നാൽ നമ്മളെ ആരും കാണില്ലെന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്ന പോലെ. ഇൻകോഗ്നിറ്റോ മോഡ് എന്താണിതിന്റെ സീന്? ഇൻകോഗ്നിറ്റോ മോഡ് പ്രൈവസിയോ സെക്യൂരിറ്റിയോ ഒന്നുമല്ല. നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് മാത്രം മറച്ചു വയ്ക്കുന്ന ഒരു പരിപാടി. നമ്മൾ അദൃശ്യരാണെന്ന് വിചാരിക്കും, പക്ഷെ അത് ശരിക്കും അങ്ങനെയല്ല. ദി ഇല്യൂഷൻ. ക്രോം തുറക്കുന്നു, ന്യൂ ടാബ് എടുക്കുന്നു, പിന്നെതാ ഇൻകോഗ്നിറ്റോ മോഡ് ക്ലിക്ക് ചെയ്യുന്നു. സ്ക്രീൻ കറക്കുന്നു, ഒരു സ്പൈ ഐക്കൺ വരുന്നു. ഞാനിതാ അകത്ത് കയറിയെന്ന് മനസ്സിൽ പറയുന്നൊരു ഹാക്കറുടെ ഫീൽ കിട്ടും. പക്ഷെ സത്യം എന്താണെന്നോ? നമ്മൾ അകത്തൊന്നും കയറിയിട്ടില്ല. നമ്മൾ തന്നെ പറ്റിക്കുന്നതാണ്. ട്രൂത്ത് #1. എന്താണ് ഇൻകോഗ്നിറ്റോ ശരിക്കും ചെയ്യുന്നത്? വളച്ചുകെട്ടില്ലാതെ പറയാം. ഇൻകോഗ്നിറ്റോ മോഡ് 3 കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി സേവ് ചെയ്യില്ല. ടാബ് ക്ലോസ് ചെയ്യുമ്പോൾ കുക്കീസ് ഡിലീറ്റ് ചെയ്യും. നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഒന്നും ഓർത്തുവെക്കില്ല. അത്രയുള്ളൂ. അതാണ് അതിന്റെ മാജിക്. ഇതൊരു ഹോട്ടലിൽ വ്യാജ പേരിൽ റൂം എടുത്തിട്ട് സ്വന്തം ക്രെഡിറ്റ് കാർഡ് വെച്ച് പണം കൊടുക്കുന്ന പോലെയാണ്. ട്രൂത്ത് #2. നമ്മളെ ആരെല്ലാം കാണുന്നു? നിങ്ങൾ ചെയ്യുന്ന ഓരോ ക്ലിക്കും ഓരോ സൈറ്റും രാത്രി 2 മണിക്ക് ഗൂഗിളിൽ തിരയുന്ന കാര്യങ്ങൾ പോലും ഇവർക്കൊക്കെ കാണാം. നിങ്ങളുടെ ഇന്റർനെറ്റ് പ്രൊവൈഡർ, അവരെല്ലാം ലോഗ് ചെയ്യും. ഇൻകോഗ്നിറ്റോ എന്നാൽ അവർ നിങ്ങളെ ഡാർക്ക് മോഡിൽ കാണുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ പഠിക്കുന്നിടത്തോ ഉള്ള നെറ്റ്വർക്ക്, അവരുടെ റൂൾസ് അവരെല്ലാം കാണും. വെബ്സൈറ്റുകൾ തന്നെ, അവർക്ക് നിങ്ങളുടെ IP അറിയാം, നിങ്ങളുടെ ഡിവൈസ് അറിയാം. അവർ നിങ്ങളെ എളുപ്പം കണ്ടുപിടിക്കും. പിന്നെ ഗൂഗിൾ, നിങ്ങൾ ക്രോം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറുക്കന്റെ കയ്യിൽ കോഴിക്കൂടിന്റെ താക്കോൽ കൊടുത്ത പോലെയാണ്. ഇൻകോഗ്നിറ്റോ നിങ്ങളെ മായ്ച്ചു കളയുന്നില്ല, നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാത്രം നിങ്ങളെ മറയ്ക്കുന്നു. ട്രൂത്ത് #3. ദ ഇമോഷണൽ സ്കാം. പിന്നെ എന്തിനാണ് ആളുകൾക്ക് ഇൻകോഗ്നിറ്റോ മോഡ് ഇത്ര ഇഷ്ടം? കാരണം അതിനൊരു പ്രൈവസി ഫീലുണ്ട്. UI മാറും, ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, ആ ചെറിയ സ്പൈ ഹാറ്റ്. ഇതൊരു നാടകമാണ്. പ്രൈവസി കിട്ടില്ല, ഒരു പ്ലെസീബോ മാത്രമാണ് കിട്ടുന്നത്. ഇതൊരു കൂളിംഗ് ഗ്ലാസ് വെച്ച് രാത്രി നടക്കുന്നത് പോലെയാണ്. ആരും കാണില്ലെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ നമ്മൾ ചുമരിൽ ഇടിച്ചു വീഴും. പക്ഷേ ഇത് യൂസ്ലെസ് ആണോ? അല്ല. ഇൻകോഗ്നിറ്റോയ്ക്ക് ചില ഉപയോഗങ്ങളുണ്ട്. കുക്കി കാരണം ഫ്ലൈറ്റ് ടിക്കറ്റ് വില കൂടാതിരിക്കാൻ ചെക്ക് ചെയ്യുന്നത്. ഒന്നിലധികം അക്കൗണ്ടുകളിൽ ഒരേ സമയം ലോഗിൻ ചെയ്യാൻ. 6ാമത്തെ ന്യൂയോർക്ക് ടൈംസ് ലേഖനം ഫ്രീയായി വായിക്കാൻ. പാർട്ട്ണറിന് ഗിഫ്റ്റ് വാങ്ങി സർപ്രൈസ് പൊളിയാതെ പാർട്ട്ണറിന്റെ കമന്റ് ഓർത്തിരിക്കാൻ. അത്രയുള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങൾ. ദ ഹാർഡ് റിയലൈസേഷൻ. റിയൽ പ്രൈവസിക്ക് വേണ്ടത്. നിങ്ങൾക്ക് ശരിക്കും പ്രൈവസി വേണമെങ്കിൽ ഒരു ഡാർക്ക് വിൻഡോയും സ്പൈ തൊപ്പിയും മാത്രം പോരാ. നിങ്ങളുടെ IP മറയ്ക്കാൻ ഒരു VPN ഉപയോഗിക്കുക. ബ്രേവ്, ഫയർഫോക്സ്, ടോർ പോലുള്ള പ്രൈവസി ബ്രൗസറുകൾ ഉപയോഗിക്കുക. DuckDuckGo പോലെ നിങ്ങളെ ഫോളോ ചെയ്യാത്ത സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കുക. സത്യം മനസ്സിലാക്കുക, യഥാർത്ഥ പ്രൈവസിക്ക് കുറച്ച് ഡിസിപ്ലിൻ വേണം. കാരണം ഓൺലൈൻ സേഫ്റ്റി ഫ്രീ ആയിട്ട് കിട്ടില്ല. ഇതൊരു വാതിലിൽ 7 പൂട്ടിടുന്നത് പോലെയാണ്. ബുദ്ധിമുട്ടാണോ? അതെ, പക്ഷേ ഇഫക്റ്റീവാണ്. ദ ടേക്ക് അവേ. അപ്പോൾ എന്താണ് ഇൻകോഗ്നിറ്റോ മോഡ് ഉപയോഗിക്കുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത്? മാജിക് ഒന്നുമില്ല. നിങ്ങൾ അപ്രത്യക്ഷനാവില്ല, നിങ്ങൾ ഡാർക്കാവില്ല. നിങ്ങളുടെ ട്രാക്കുകൾ നിങ്ങളുടെ ഡിവൈസിൽ നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. ബാക്കി എല്ലാവരുടെയും കയ്യിൽ നിങ്ങളുടെ റെസിപ്റ്റുകൾ ഉണ്ടാകും. അതുകൊണ്ട് അടുത്ത തവണ ഇൻകോഗ്നിറ്റോ തുറക്കുമ്പോൾ ഇത് ഓർക്കുക. നിങ്ങൾ ലോകത്തിൽ നിന്ന് ഒളിക്കുന്നല്ല, നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ ഒളിക്കുകയാണ്. നിങ്ങളുടെ പ്രൈവസിയുടെ ഡെഫിനേഷൻ അതാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ബ്രൗസറിനല്ല, ചിലപ്പോൾ അത് നിങ്ങൾക്കാണ്.